അട്ടിമറികളോ അത്ഭുതങ്ങളോ ഉണ്ടായില്ല. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാര തുടർച്ച. 5ാം തവണയും അവർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകുന്നു. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബഹിഷ്കരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന്റെ വിജയത്തിൽ അതിശയിക്കാൻ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ കാലം ഒരു രാജ്യം ഭരിച്ച വനിതാ നേതാവ് എന്നതാകും ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ടാഗ് ലൈൻ. ഷെയ്ഖ് ഹസീന രാജിവെച്ച് കാവൽ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞതോടെയാണ് BNP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. എന്നാൽ 2006-2007 കാലത്ത് പട്ടാള പിന്തുണയോടെയുള്ള കാവൽ ഭരണകൂടത്തിൽ നിന്നുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളുടെ ഓർമ്മയിൽ ഹസീന ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിർദ്ദേശിക്കുന്ന കാവൽ ഭരണകൂടം എന്ന ഇടനില സംവിധാനത്തിന്റെ കടുത്ത വിമർശകയായി മാറിക്കഴിഞ്ഞു. ജനങ്ങളുടെ പ്രതിനിധികൾ അല്ലാത്തവർ എന്തിന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരാകണം എന്നതാണ് ഹസീനയുടെ നിലപാട്. പക്ഷേ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ഹസീനയുടെ തന്ത്രമാണിതെന്നായിരുന്നു പ്രതിപക്ഷ വ്യാഖ്യാനം. ഈ വിമർശനങ്ങൾ ഉയർത്തി BNP ഏതാനും മാസങ്ങളായി രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളാണ് നയിക്കുന്നത്. പ്രതിഷേധങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ രക്തരൂഷിതമാകുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. BNP നേതാവും ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായ ബീഗം ഖാലിദ സിയ അടക്കമുള്ള നേതാക്കൾ വീട്ടുതടങ്കലിലാണ്. ഖാലിദ സിയുടെ മകൻ താരിഖ് റഹ്മാൻ അടക്കം ഹസീനയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന മറ്റു പല നേതാക്കളും നാടുകടത്തപ്പെട്ട വിധം വിദേശത്താണ് കഴിയുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരും പത്രപ്രവർത്തകരും തുടങ്ങി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നവരെല്ലാം ജയിലിലാകുന്ന സ്ഥിതി. ജനാധിപത്യ ധ്വംസനങ്ങളുടെ ഈ പരമ്പര ഷെയ്ഖ് ഹസീനയെ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ നോട്ടപ്പുള്ളിയാക്കി. ജോ ബൈഡൻ അധികാരത്തിൽ വന്ന ശേഷം ബംഗ്ലാദേശിനെ അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ നിന്നും ബോധപൂർവം ഒഴിവാക്കുന്നുവെന്ന പരാതി ഹസീനയ്ക്കുണ്ട്. ബംഗ്ലാദേശിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നവർക്ക് വിസ നിഷേധിക്കുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകി. അമേരിക്ക, റഷ്യ, ഇന്ത്യ അടക്കം വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നും 127 വിദേശ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരാണ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് പരിശോധിക്കാൻ ഇക്കുറി ധാക്കയിൽ എത്തിയത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ലോകം എത്ര പ്രാധാന്യത്തോടെയാണ് ബംഗ്ലാദേശ് ജനവിധിയെ കാണുന്നതെന്ന്. ഇന്ത്യക്ക് എക്കാലവും ഏറ്റവും പ്രിയങ്കരിയായ അയൽക്കാരിയാണ് ഷെയ്ഖ് ഹസീന. BNP ഭരണത്തിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ബംഗ്ലാദേശിൽ തഴച്ചു വളർന്നിരുന്നു. പക്ഷേ ഹസീന ഇന്ത്യക്കെതിരെ തലപ്പൊക്കുന്ന മത തീവ്രവാദ ശക്തികളെയെല്ലാം അതിവിദഗ്ധമായി അടിച്ചമർത്തി. ഇന്ത്യയുമായും ചൈനയുമായും ഒരുപോലെ സൗഹൃദം സൂക്ഷിക്കുന്നു എന്നതാണ് ഹസീനയുടെ നയതന്ത്ര വിജയം. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രിയപുത്രി എന്ന നിലയിലാണ് ബംഗ്ലാദേശ് ജനത ആദ്യം ഹസീനയെ നെഞ്ചേറ്റുന്നത്. 1975 പട്ടാള അട്ടിമറി സമയത്ത് ജർമ്മനിയിലായിരുന്ന ഹസീന പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷം അവാമി ലീഗിന്റെ പ്രസിഡന്റായാണ് തന്റെ പ്രിയപ്പെട്ടവരുടെ ചോര വീണ മണ്ണിലേക്ക് മടങ്ങുന്നത്. 1996 മുതൽ 2001 വരെയായിരുന്നു ആദ്യ ഭരണ കാലയളവ്. 2009 മുതൽ പിന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി കസേര ഹസീന മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല. നീണ്ട 19 കൊല്ലം പ്രധാനമന്ത്രി പദത്തിൽ. അടുത്ത കാലത്തായി ജനാധിപത്യ ധ്വംസനങ്ങളുടെ പേരിൽ പഴി കേൾക്കുമ്പോഴും ബംഗ്ലാദേശിനെ ഏഷ്യ പസഫിക് മേഖലയിലെ നിർണായക വാണിജ്യ ശക്തിയാക്കാൻ ഹസീനയ്ക്കായിട്ടുണ്ട്. തെക്കൻ ഏഷ്യയിൽ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ബംഗ്ലാദേശ്. പ്രാണഭയത്താൽ ഓടിയെത്തിയ 7 ലക്ഷം റോഹിംഗ്യർക്ക് അഭയം നൽകിയും ഹസീന ലോക ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. 5ാം തവണയും പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ഷെയ്ഖ് ഹസീന ജനാധിപത്യ ധ്വംസനത്തിന്റെ കറുത്ത പാടുകളെ മാറ്റാൻ എന്തു ചെയ്യുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏകാധിപതിയിൽ നിന്നും ജനാധിപത്യത്തിന്റെ കാവൽ മാലാഖ എന്ന പഴയ പ്രതിച്ഛായയിലേക്കുള്ള മടക്കം ഹസീനയ്ക്ക് ഒട്ടും എളുപ്പമാകില്ല.